രമണ, ഒരു പെണ്ണിന് വേണ്ടി സ്വന്തം ചേട്ടനെ തള്ളിപ്പറഞ്ഞ് ഒറ്റുകൊടുത്ത യൂദാസാണ് ആ തെണ്ടി. വിഷമിക്കാതെ ഉണ്ണിയേട്ടാ, കൊലയിൽ ഒന്ന് പേടായാൽ പേര് ദോഷം കുടുംബത്തിനാ. ആ പേട് ദോഷം സഹിച്ചോണ്ടിരിക്കാനടാ ഞാൻ. വെള്ളം അടിച്ചോണ്ട് വല്ലവന്മാരും വല്ലയിടത്തും ഇരുന്ന് വല്ലതും പറയും. വല്ലവനും പുല്ലുമായുധം. ഉണ്ണിച്ചേട്ടാവുകൊണ്ട് വിഷമിക്കണ്ട. എനിക്കൊരു വിഷമവുമില്ല. കുളം കലക്കി മീൻ പിടിക്കാൻ നടക്കുന്നവരുടെ വലയില് അങ്ങോട്ട് ചെന്ന് വീഴാൻ നടക്കുന്നവരെ കുറിച്ച് ഞാനെന്ത് പറയാം? അതെ അതെ, നീ എവിടിട്ടാ താങ്ങിയെന്ന് എനിക്കറിയാം. ആണുങ്ങളായ കുളം കലക്കും മീൻ പിടിക്കും വലയിൽ വീഴും. അതിനൊന്നും നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഓ, ഇപ്പൊ വന്നു കയറിയ പുതിയ മൂദേവി കണ്ടുപിടിച്ചതായിരിക്കും ആണാണെന്ന്. ചേട്ടനൊന്നും ഞാൻ നോക്കൂല. ഞാനല്ലേ പറഞ്ഞ എങ്ങനെ കഴിഞ്ഞിരുന്നവരാ ഈ ആനമുറ്റത്തുകാര്? എവിടെ നിന്നോ വന്ന രണ്ട് പെങ്കൊച്ചുങ്ങൾ കാരണം ചേട്ടനും അനിയനും ഇങ്ങനെ തല്ലിപ്പിരിയാന്ന് വെച്ചാ? തല്ലിപ്പിരിയോ എരിപിരി കൊള്ളുകയോ ചെയ്യട്ടെ, നമുക്ക് ഉണ്ണിമാരുടെ ചെലവിൽ ലാവിഷായിട്ട് ജീവിക്കാം. അതെ. എറാ കുപ്പി, കുപ്പി എറാ. എറമീശേ, ഇത് വിധിയൊന്നുമല്ല, സ്വയം വരുത്തി വെക്കുക ഓരോന്നും. മനഃപൂർവ്വമുള്ള ഈ വാശിയും വൈരാഗ്യമൊക്കെ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? നശിക്കുക, സ്വയം നശിക്കുക. ഈ ആനമറ്റം തറവാട്ടില് എനിക്ക് സംബന്ധം ഉറച്ചിരിക്കണമെന്ന് കാരണവന്മാരൊന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് ഐശ്വര്യവും ഒത്തൊരുമയുള്ളൊരു കുടുംബമായിരുന്നു. ആ ആനമറ്റം തറവാടിനാ ഇപ്പൊ ഈ ഗതി വന്നിരിക്കണേ. പായ മൂടിക്കെട്ടി എത്ര കാലം എന്ന് വെച്ചാൽ അതൊക്കെ കണ്ടും കെട്ടിയിരിക്കണേ. കുട്ടികളെ, എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ തറവാട് കുളം തോട്ടിക്കരുത്. രാമകൃഷ്ണൻ എനിക്ക് മകനെ പോലെയല്ല, മകൻ തന്നെയാ. രാജീവനെ പോലെ തന്നെ അവനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അവര് തമ്മിലും ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു. ഒരപേക്ഷയും കൂടിയുണ്ട്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ കൊലയ്ക്ക് കൊടുക്കരുത്. ഇളയച്ചൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞില്ല. ഇളയച്ചൻ പറഞ്ഞത് നിങ്ങൾ രണ്ടിൽ ഒരാളുടെ മരണത്തിലെ ഈ മത്സരം അവസാനിക്കുന്ന. എന്റെ ഉണ്ണിയേട്ടൻ മരിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട. ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാ. അയ്യോ, ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? 1 മിനിറ്റ്. എനിക്കൊന്നും വേണ്ട. എന്നോടൊപ്പം എന്ന് പറയാൻ മാത്രം ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഇങ്ങനെയൊക്കെയാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ? എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ അല്ലാതെ മറ്റാരാണ്? വീട് മാത്രമല്ല, ഈ മനയൂർ ഗ്രാമം മുഴുവൻ നിന്റെ പിന്നിലുണ്ടാവും. ഞാനത് തെളിയിച്ചുതരാം. വെറുതെ വർത്തമാനം പറയാനല്ലാതെ ഉണ്ണിയേട്ടന് വേറെ എന്തറിയാം? ഉണ്ണിയേട്ടന് എന്ത് തെളിയിക്കുന്നേ പറയണേ? എന്ത് തെളിയിക്കണം? തെളിയിക്കേണ്ടതൊക്കെ തെളിയിക്കും. തെളിയാനുള്ളതൊക്കെ ക്രമേണ തെളിയും. പക്ഷെ നീ എന്നോടൊപ്പം ഉണ്ടാവണം. അതിനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി ഇട്ടോട്ടെ, വല്ലാത്ത ഈർച്ച. ഓ, അയ്യോ, എന്തു പറ്റി മോളെ? ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ ഉണ്ണിയേട്ടൻ എന്നെ. എന്റെ മോളെ. അയ്യോ, കള്ളം മുങ്ങിയപ്പോ ഞാൻ അല്ലാതെ മിണ്ടിപ്പോരും പരമദ്രോ. തറവാടിന്റെ മാനം നീ കുളം തോണ്ടിയല്ലടാ ആഭാസ. അമ്മ ഇവനെ വിശ്വസിച്ചു. ആനമുറ്റംകാരും ചേനമുറ്റംകാരും എന്നൊക്കെ പറയുന്ന തറവാട്ടുകാരുടെ മഹിമ ഇപ്പൊ മനസ്സിലായി. അമ്മേ, ഞാനെങ്ങനെ സഹിക്കൂ അമ്മേ? ഇതുവരെ കൊണ്ടെത്തിച്ചു. ലക്ഷ്മി, ഒന്ന് ലക്ഷ്മി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നെ ചതിച്ചതാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും. നാണമില്ല നിങ്ങൾക്ക് ഇത് പറയാൻ? കുളക്കടവിൽ കുളിച്ചോണ്ട് നിൽക്കുന്നവരെ ഒഴിച്ചു നോക്കാനും. പിന്നെ എന്നിട്ട് ചതിച്ചു പോലും. ആരാരെ ചതിച്ചോന്ന് എനിക്കറിയാം.
എന്റെ ഭഗവതി, ഞാൻ എന്ത് പറഞ്ഞു ഇവിടെ ഒന്ന് മനസ്സിലാക്കും? ഒന്നും പറയണ്ട, ഒന്നും പറയാനുണ്ടാകില്ലെന്ന് എനിക്കറിയാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ എനിക്കതൊട്ട് കേൾക്കാൻ വേണ്ട. മേലിനോട് മിണ്ടാൻ വരരുത്. നിക്കോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ പിന്നാലെ വരണ്ട. ഞാൻ അമ്പലത്തിലേക്കാ പോകുന്നേ, അല്ലാതെ കുളക്കടവിലേക്കല്ല. നീ പോയി കിടന്നോ. ആ, വടക്ക് പുറത്തെ കഥകിന്റെ കുറ്റിയിടാൻ മറക്കണ്ട. ശരി. അല്ല, ഞാൻ നീ ആരോടാ ഇപ്പൊ സംസാരിച്ചേ? ഏയ്, ആരുമില്ല. ചെറിയമ്മയ്ക്ക് തോന്നിയതാവും. ചെറിയമ്മായി ഉറങ്ങിയില്ലേ? എന്താ മോളെ, ഉറങ്ങാറായില്ലേ? കിടക്കമുറിയേക്ക് നിനക്ക് കാല് നീങ്ങില്ലാന്നുണ്ടോ? ഇവള് ആരോടോ സംസാരിക്കുന്നത് പോലെ തോന്നി. ആരോടോ സംസാരിക്കുന്നത് പോലെ തോന്നിയെന്ന്. ആണോ? അയ്യോ അമ്മേ, എന്നാൽ ഇത് അവൻ തന്നെ. ഇനി സംശയിക്കണ്ട. ആലോചിക്കാതെ വിളിച്ച് ചോദിക്കമ്മേ. ആരാ? നിങ്ങളുടെ പുന്നാര ബോൻ രാജീവനുണ്ണി. അല്ലാതാരാ? പ്രായമായ പെൺപിള്ളേരോടുള്ള അവന്റെ പെരുമാറ്റം. നിങ്ങളുടെ ബോത്ത് നോക്കിയാരത് എങ്ങനെ പറയും? ഇപ്പൊ തന്നെ അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല. എന്താ കാരണം? കുറ്റബോധം. അത് തന്നെ ഒരു തെളിവല്ലേ? ഓ, ഇവൻ എന്റെ അനിയനല്ല, പരമാഭാസൻ, വൃത്തികെട്ടവൻ. ഇവൻ ഏത് വയറ്റിലാ ഉണ്ടായത്? ഇളയച്ചിന് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. സ്വന്തം മകനെ പറ്റിയാണല്ലോ പറയുന്നത്. പക്ഷേ എനിക്ക് സത്യം തുറന്നു പറഞ്ഞ ശീലമുള്ളൂ. ഗുഡ് നൈറ്റ്. ബാക്കി ഉറങ്ങാതെ അമ്മ പറ. എല്ലാവരും പോയി കഥ അടച്ച് കുറ്റിട്ട് ഉറങ്ങടി. നീ പോടി. മനുഷ്യന് കിടന്ന് ഉറങ്ങാനൊരു സ്വസ്ഥതയില്ല. എന്റെ മോനെയും വിളിച്ച് കയറ്റിയതായിരിക്കും. ശീലാവതി. ഓ, നീയൊന്ന് നിർത്തണ്ടോ? വാ പോരെ. അടുത്ത മാസം മുതൽ തറവാടക കൂട്ടിത്തരണം കേട്ടോ. ഇത് വലിയ കഷ്ടമാകുഞ്ഞേ. ഇപ്പൊ കൂട്ടി, ഇനി ഉത്സവം കഴിയുമ്പോഴത്തേക്കും കൂട്ടും. അതിനുള്ള വരുമാനം ഇവിടെ ഇല്ലാന്ന് കുഞ്ഞിന് അറിയാമല്ലോ. പരമാവധി ശ്രമിച്ചു നോക്കണം. വരുമാനം ഇല്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാൻ? യശോദ ചേച്ചി, 2 ചായ. ഉണ്ണേട്ടാ, ഇന്നലെ രാത്രി തറവാട്ടിൽ എന്തായിരുന്നു പ്രശ്നം? ആ പെങ്കൊച്ചിന്റെ മുറിയിൽ ആരോ ഓടണക്കി ചാടിയൊന്നോ മറ്റോ കേട്ടു. അതിന് ഉണ്ണിച്ചേട്ടനോ മറ്റോ ആണോ? അനാവശ്യം പറയരുത്. അവള് രാത്രിയിൽ എന്തോ സ്വപ്നം കണ്ട് നിലവിളിച്ചതാണ്. നേരിട്ട് തെളിവെടുക്കാൻ പോയതായിരിക്കും ഞങ്ങൾ വിചാരിച്ചത്. അന്ന് രക്തം പരിശോധിക്കാൻ ഞങ്ങൾ കുപ്പിയും കൊണ്ടുവന്നപ്പോ ഉണ്ണിയേട്ടൻ എന്താ പറഞ്ഞേ? നേരിട്ട് കണ്ടുപിടിച്ചോളാം. കവലയിൽ നിന്ന് വലിയ ഉണ്ണിച്ചേട്ടൻ ഉറക്ക പ്രസംഗിക്കണ കേട്ടിട്ടാ ഞങ്ങൾ അറിഞ്ഞു. സത്യം പറയാല്ല, അന്ന് ഉണ്ണിയേട്ടൻ കുളത്തിൽ ഇറങ്ങി തെളിവെടുത്തപ്പോ ഞങ്ങൾ അങ്ങനെ കരുതിയത്. കട്ടൻ തറവര മുങ്ങിത്തപ്പിയിട്ട് വല്ലതും കിട്ടിയോ? അതും ഇല്ല. എന്നാലും ആ പെണ്ണ് വിളിച്ചു പോണവരെ ഉണ്ണിച്ചേട്ടൻ തെളിവെടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അമ്മേ, ഞാൻ കുളിക്കാൻ പോവാ. കേറി പോടി ആത്ത. ഇനി മേലാലി ഒറ്റയ്ക്ക് കുളിക്കാൻ പോകരുത്. നീ കുളിക്കുമ്പോഴായിരിക്കും ആർക്കെങ്കിലും ഒക്കെ തെളിവെടുക്കണം എന്നുള്ള തോന്നല്. ആനമുറ്റത്തെ ആരും അങ്ങനെ ചവിട്ടി തേക്കണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ തെളിവെടുക്കും. ആർക്കാ ചോദിക്കാനുള്ളത്? നിന്റെ നാവിറങ്ങിപ്പോയോ? വന്നു കയറി അന്ന് മുതൽ എല്ലാരും കൂടി ചോദിച്ചിട്ട് ഇതുവരെ ചോദ്യങ്ങളും തീർന്നില്ലേ? ഇല്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. കുറച്ച് നാളായി നീ ഞങ്ങളായിട്ട് കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങി. കൊരങ്ങളായതുകൊണ്ടല്ലേ? പാതി ഓടിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. കാരണക്കുറ്റി നോക്കി പറഞ്ഞ് പൊട്ടിച്ചെന്നുണ്ടല്ലോ. പിന്നെന്താ ചെയ്യാത്തെ? ആനമുറ്റത്തേർക്ക് പെണ്ണുങ്ങളെ തല്ലി ശീലമില്ല. ഓ, അപ്പൊ ആനമുറ്റത്തുകാർക്ക് പ്രത്യേക ശീലങ്ങളൊക്കെ ഉണ്ടല്ലേ? അതേടി, ഈ തറവാടുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് തെളിയിക്കാമോ? ആ തെളിവുമായിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നീ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കള്ളവാ. നിനക്ക് ഈ തറവാടുമായിട്ടോ ഞങ്ങളുടെ അമ്മാമയായിട്ടോ ഒരു ബന്ധവുമില്ല. അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചു? അതെങ്ങനെയെന്ന് നീ അറിയേണ്ട കാര്യമില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാവിറങ്ങിപ്പോയോ? പറയടി. എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. ലക്ഷ്മി, എന്നെ തെറ്റിദ്ധരിക്കല്ലേ? ഓടി പുല്ലേ. പറയണ്ട, കണ്ട കാര്യം വീണ്ടും എന്നെ പറഞ്ഞു കേൾപ്പിക്കണ്ട. എന്തോ കണ്ടെന്നാ? ആ പെണ്ണിന് വട്ട. അപ്പോ അവളോട് പറഞ്ഞു കാണും എനിക്ക് വട്ടാണെന്ന്. അതെ, അല്ല, എല്ലാവരും കൂടെ ചേർന്ന് എന്നെ വട്ടുപിടിപ്പിക്കരുത്. അവൾ ആരാ എന്താന്ന് അറിയാനൊരു ശ്രമം നടത്തി നോക്കിയതാ ഞാൻ. വെറുതെ നുണ പറയാൻ നോക്കണ്ട. അന്ന് കുളക്കടവിൽ നടന്നൊന്നും ഞാൻ മറന്നിട്ടില്ല. അയ്യോ, അതൊരു അബദ്ധം പറ്റിയതായിരിക്കും കരുതി ഞാൻ ക്ഷമിച്ചു. ഇനി ഉണ്ണിയേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അയ്യോ, അവൾ എന്നെ ബലാത്കാരമായിട്ട്. ഇനി എന്റെ അടുത്ത് ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട.